അതേപോലെ തന്നെ കപ്പലിന് ലോഡ് ഇല്ലെങ്കിലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ കപ്പൽ നല്ല റോളിംഗ് ആയിരിക്കും. കപ്പലിന് വെയിറ്റ് ഇല്ലാതെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബലാസ്റ്റ് ഉണ്ട്, നമ്മൾ വെള്ളം കപ്പലിലേക്ക് കയറ്റി കപ്പലിനെ ഇത് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. എങ്കിൽ പോലും ഈ ബാഡ് വെതർ വരുന്ന സമയത്ത് കപ്പലിനകത്ത് ലോഡ് ഇല്ലെങ്കിൽ അന്ന് പിന്നെ എന്താ പറയുക, തൃശ്ശൂർ പൂരം വേറെ ഒരു രാത്രി ഉറക്കമൊന്നുമില്ല പിന്നെ. അതായത് കപ്പൽ ഇതിനനുസരിച്ച് കപ്പൽ ആടി ഒലഞ്ഞുകൊണ്ടേയിരിക്കും. നല്ല രീതിയിൽ ഇത് റോളിംഗ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ രാത്രിയിലത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ തെറിച്ചു പോകും. കപ്പലില് ഈ നമുക്ക് ബാഡ് വെതർ എന്ന് പറയുന്ന സംഭവം ചിലപ്പോൾ 1 ദിവസം, ചിലപ്പോൾ 2 ദിവസം, ചിലപ്പോൾ 3 ദിവസം ഇതിങ്ങനെ നീണ്ടു നിൽക്കും. ഈ 1 ദിവസം 2 ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ 2 ദിവസത്തിന് മേലെ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഗവൺമെൻറ് ജോലിയോ നമ്മുടെ പ്രൈവറ്റ് ജോലിയോ ഒന്നുമല്ല. കപ്പലാണ്. ആ കപ്പലിൻ്റെ അകത്ത് മൊത്തം ഒരു 18 മുതൽ 21 പേരായിരിക്കും ആ കപ്പലിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഉള്ളത്. എത്ര വലിയ ബാഡ് വെതർ ആണെങ്കിലും എത്ര മോശം കാലാവസ്ഥയാണെങ്കിലും നമുക്ക് ചെയ്യേണ്ട പണി നമുക്ക് ചെയ്തേ പറ്റൂ.